യുദ്ധമേതായാലും അവസാനിപ്പിക്കാനാണ് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനമെന്നാണ് വാൾ സ്ട്രീറ്റ് ജേണൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഈ യുദ്ധം ആരംഭിച്ചത് നമുക്കറിയുന്നത് പോലെ ഫെബ്രുവരി 28-ാം തീയതിയാണ്. 5ാമത്തെ ആഴ്ചയിലേക്ക് യുദ്ധം പ്രവേശിച്ചിരിക്കുകയാണ്. 4 ആഴ്ച മുതൽ 6 ആഴ്ചയ്ക്കുള്ളിൽ ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് യുദ്ധത്തിന്റെ തുടക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ലോകത്തോട് പറഞ്ഞത്. ഇപ്പോൾ അമേരിക്ക അവകാശപ്പെടുന്നത് ഈ യുദ്ധത്തിൽ അവർ വലിയ നേട്ടമുണ്ടാക്കി എന്നാണ്. ഖമനേയിയാണ് അവർ കൊന്നുകളഞ്ഞിരിക്കുന്നത്. അതോടുകൂടി അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതുകൂടാതെ അവരുടെ മിസൈൽ ശേഖരത്തെ മുഴുവൻ ദുർബലമാക്കിയിരിക്കുന്നു എന്ന് മാത്രവുമല്ല, ഇറാന്റെ നാവികസേനയെ ഏതാണ്ട് ഇല്ലാതാക്കിയിരിക്കുകയാണ് എന്നാണ് ട്രംപ് ഭരണകൂടം അവകാശപ്പെടുന്നത്. ആ അർത്ഥത്തിലൊക്കെ ഈ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാനാണ് ട്രംപ് ആലോചിക്കുന്നത്. ഒരർത്ഥത്തിൽ ആഭ്യന്തരമായ വലിയ സമ്മർദ്ദവും അന്താരാഷ്ട്രമായ സമ്മർദ്ദവും ട്രംപ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇപ്പോഴും ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത് ഇറാന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. കേട്ടു, എന്താണ് ആ കടലിടുക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ലോകത്തെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ 20%,